Praise the Lord. നമുക്ക് ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് ഒരു വചനം നമ്മൾക്ക് വായിക്കാം. आज का वचन का मनन के लिए एक वचन पढ़ेंगे. ഗലാത്യ പുസ്തകത്തിന് Galatians, in the book of Galatians. गलतियों का पुस्तक से हम पढ़ेंगे. അതിന്റെ 4-ാമത്തെ അധ്യായം, अध्याय 4, അതിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്യം. उसका 1 से 7 से हम इस तरह पढ़ते हैं. സഹോദരന്മാർക്ക് ആർക്കെങ്കിലും മലയാളത്തിൽ വായിക്കാം. 4-ന്റെ 1 തൊട്ട് 7 വരെ. അവകാശി സർവത്തിന് യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവൻ. പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗൃഹവിചാരകന്മാർക്കും കീഴ്പ്പെട്ടവനൊക്കെ എന്ന് ഞാൻ പറയുന്നു. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങൾക്ക് കീഴിൽ അടിമപ്പെട്ടിരുന്നു. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് ആ പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്ര. പുത്രനെങ്കിലോ ദൈവഗതത്താൽ അവകാശമാണ്. ഇത് ഈ ഒരു വിഷയം നടക്കുന്നത് അത് ലോകത്തിലല്ല, അത് കുടുംബത്തിലാണ്. ये जो विषय जो यहाँ पर है वो एक संसार में नहीं बल्कि एक भवन में, कुटुंब में ही है. ഈ ഒരു നമ്മൾ ഇപ്പോൾ വായിച്ച വേദഭാഗം മുഴുവനും ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാലേ നമുക്കിത് മനസ്സിലാവൂ. आज हमने जितना ये भाग अभी पढ़ा, ये भाग को अगर समझना है तो अगर एक पारिवारिक अवस्था को मन में रखकर अगर पढ़ेंगे तो ही हम इसका अवस्था को हम समझ सकते हैं. 1-ാമത്തെ വാക്യത്തിൽ ഒരു കുഞ്ഞിനെ കുറിച്ച് പറയുന്നു. അത് 7-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അത് പുത്രനാകും. पहला वाक्य में वहां पर हम बालक के बारे में बोला गया है. वही जब 7वां वाक्य में आते समय में वो पुत्र बन गया है. അപ്പോൾ ഇവിടെ ഒരു കുഞ്ഞ് വളർന്ന് 7-ാമത്തെ വാക്യത്തിൽ വരെ വരുമ്പോൾ അവിടെ ഒരു പുത്രത്വം പ്രാപിക്കുന്ന ഒരു അവകാശത്തിലേക്ക് ആ കുഞ്ഞ് എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ആദ്യത്തെ 7 വാക്യം നമ്മൾ കണ്ടത്. तो 1 से 7 जब हम पढ़ते समय में हम देखते हैं कि किस तरह एक बालक वो बड़ा होकर थोड़ा मैच्योर हो जाने के बाद वो पुत्र बन जाता है और अधिकार और मिरास का वारिस बन जाता है. നമുക്ക് നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കർത്താവിൽ വരുമ്പോൾ നമ്മള് ഈ ലോകത്തിലെ ആൾക്കാർ ഒരു ഉമക് വിഗ്രഹത്തിന്റെ അടുത്ത് വരുന്നത് പോലെ അല്ല നമ്മളുടെ അടുപ്പം എന്നും അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് വചനത്തിലൂടെ അറിയാം. हम लोग जब परमेश्वर को उपस्थिति में आते समय में जैसा संसार लोग एक मूर्ति के सामने आते आराधना करने, उस रीति से नहीं है हम परमेश्वर की उपस्थिति में आते हैं. वो जब वचन पढ़ते समय में हमें स्पष्ट रीति से हम समझते हैं. നമ്മൾ ഈ ഒരു മകനും അപ്പനും ഒരിക്കലും വേർപിരിയുന്നില്ല. क्योंकि ये जो पुत्र और जो पिता है ये रिश्ता कभी अलग नहीं होता. ആ ഒരു നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാലും നമ്മള് എവിടെ പോയെന്ന് പറഞ്ഞാലും ഞാൻ ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഒരു മകൻ എപ്പോഴും ആ അപ്പന്റേത് തന്നെയാണ്. मैं ये अपना घर छोड़कर मैं किधर भी चले जाऊं, दुनिया का कौन सा भी कोने में मैं जाकर बस जाऊं, तो भी मैं मेरा पिता का ही बेटा रहूंगा. ഞാൻ എന്റെ ട്രഡീഷൻ മാറിയെന്ന് പറഞ്ഞാലോ, ഞാൻ എന്തൊക്കെ മാറിയെന്ന് പറഞ്ഞാലും ഞാൻ എപ്പോഴും ഒരു അപ്പന്റെ മകൻ തന്നെയാണ്. चाहे मेरा अवस्था कितना भी बदल क्यों ना जाए, भले ही मेरा धर्म भी क्यों ना बदल जाए, फिर भी ऐसा कुछ भी अवस्था क्यों ना हो जाए, मेरे में बदलावट आए, तो भी मैं मेरा पिता का ही बेटा रहूंगा. പൗലോസ് ഇവിടെ കൊണ്ടുവരുന്ന വിഷയം എത്രമാത്രം ആധികാരികമുള്ളതാണെന്ന് നമ്മളിവിടെ ചിന്തിക്കും. इसके लिए पौलुस भी यहाँ पर जब ये विषय में बात करते समय में कितना अधिकार के साथ का बातें हैं हम देखते हैं. ഇവിടെ കണ്ടോ, മക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആരുടെ കീഴെയാണെന്നാ പറയുന്നത്? तो जब वहां पर बच्चे हैं करके बोलते समय में वो किसके नीचे आता है? ഇവിടെ 3-ാമത്തെ വാക്യം വായിക്കാം. वहां पर उसका 3रा वाक्य में हम पढ़ते हैं. അതുപോലെ നാമും ശിശുക്കളായിരുന്നപ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ കീഴിൽ അടിമപ്പെട്ടിരുന്നു. കണ്ടോ, ഇവിടെ നമ്മൾ ശിശു ആയിരിക്കുമ്പോൾ നമ്മൾ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്ക് കീഴ്പ്പെട്ടിരുന്നു എന്നാ വചനം പറയാം. हम जब वचन पढ़ते समय में हम देखते हैं कि जब हम बालक थे तो संसार के आदि शिक्षा के वश में का दासत्व में हम थे. ഇപ്പോഴും നമ്മൾ ആ ഒരു അവസ്ഥയിലാണ് എങ്കിൽ നമ്മൾ ഇപ്പോഴും ശിശുക്കളാണ്. अगर अभी भी अगर हम लोग वही दासत्व के अधीन में अगर संसार में इसमें है तो अभी भी मतलब हम लोग बालक है. നമ്മളൊരു വളർച്ച പ്രാപിച്ചിട്ടില്ല. मतलब अभी तक हम लोग हमारे अंदर बढ़ोतरी हुआ नहीं है.
നമ്മൾക്ക് 20 വർഷമായി കാണും, 30 വർഷമായി കാണും കർത്താവിൽ വന്നിട്ട്. പക്ഷെങ്കിൽ ഇപ്പോഴും ശിശു എന്ന കർത്താവ് ദൈവം നമ്മളെ കാണുന്നു. हम लोग को शायद मसीह में आकर 10 साल हुआ रहेगा, 20-30 साल भी हुआ रहेगा, परंतु परमेश्वर को उपस्थिति हम अभी भी बालक ही है. കാരണം നമ്മുടെ കർത്താവിൽ നമ്മുടെ ഈ ലോകത്തിലുള്ള പ്രായം മാത്രമേ കൂടുന്നുള്ളൂ, ആത്മീകമായ നമ്മുടെ പ്രായം കൂടുന്നില്ല. क्योंकि हम संसार में रहने की वजह से और संसार में स्पष्ट करने के बातों को स्पष्ट करने के छूने की वजह से हमारा सिर्फ संसार का उम्र ही, शारीरिक उम्र ही बढ़ रहा है, परंतु आत्मिक उम्र में देखा जाए तो अभी भी हम बालक है. ഇതിനെ എന്താണ് പ്രതിനിധി? तो इसका जवाब क्या है? इससे कैसा हम बच सकते हैं? उत्तर क्या है इसका? പുത്രന്മാരാണെങ്കിലുള്ള പുത്രന്മാരെ ദൈവം എവിടെ നിന്ന് വിടുവിച്ചു എന്നുള്ള കാര്യം നമ്മൾ 5-ാമത്തെ വാക്യത്തിൽ വായിച്ചാൽ, हम लोग जब 5 में जब पढ़ते समय में वहां पर हम देखते हैं कि पुत्रों को कहाँ से स्वतंत्र किया करके वहां पर हम देखते हैं. ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ടും ആ പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. യെസ്. ताकि वहां पर देखो, व्यवस्था के अधीन में हम जो मिले जुड़े थे, वहां से हमें ले पालक होने का पद दिया. ले पालक यहाँ पर हिंदी में लिखा गया है, ले पालक यानी कि पुत्रत्व का अधिकार हमको दिया है. उसका अर्थ वैसा आता है. നമ്മൾ പുത്രൻ എന്ന രീതിയിൽ നമ്മളെ ദൈവം അംഗീകരിക്കണമെങ്കിൽ സഹോദരങ്ങളെ, ഈ ഒരു കാഴ്ചപ്പാട് കണ്ടോ? ഇവിടെ ഈ യഹൂദന്മാരെ കുറിച്ചാ പറയുന്നത്. അവരിവിടെ ലോയ്ക്ക് കീഴെയാണ്, അവർ ന്യായപ്രമാണത്തിന് കീഴെയാണ്. അവിടുന്ന് ഒരു വിടുതൽ വേണം, അവിടുന്ന് ഒരു വിടുതൽ നമുക്ക് കിട്ടിയേ പറ്റൂ എന്ന് ഇവിടെ അപ്പോസ്തലൻ സ്ഥാപിച്ചു. तो वहां पर पौलुस, यहाँ पर देखो हम देखते हैं कि व्यवस्था जो है वो यहूदियों के स्पष्ट में लिखा गया है. तो जो अभी भी इस व्यवस्था के अधीन में फंसा हुआ रहेगा वो अभी तक बच्चे हैं. यानी पुत्र अगर होना है तो इससे बाहर निकलना होगा, छूटकर बाहर आएगा तो ही हम पुत्र बन सकते हैं. നമ്മൾ ആരും നേരിട്ട് പുത്രന്മാരാവുന്നില്ല. हम लोग कोई भी तुरंत अचानक से पुत्र बनता नहीं है. നമുക്ക് തന്നെ അറിയാം, ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഒരു കുഞ്ഞ്, പിന്നെ ആ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമ്മൾ പുത്രനാകുന്നു. നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജറാണ് നമ്മുടെ ജീവിതം മുഴുവനും ദൈവം കാണിക്കുന്നത്. हम लोग संसार में भी जीते समय में हम देखते हैं कि पहला हम देखते हैं कि शिशु जब जन्म होता है, फिर वो बड़ा होता है, वो बालक बनता है, फिर वो बड़ा होके पुत्र का अधिकार, जब वो मैच्योर हो जाता है तब हम देखते हैं कि वो जिम्मेदारी लेते समय में पुत्र बन जाता है. ഇവിടെ വിഷയം എന്താന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം വലിയൊരു തടസ്സമായി നിൽക്കുന്നുണ്ട് നമുക്ക് പുത്രൻ എന്ന അവകാശത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും. यहाँ पर जब हम पढ़ते समय में हम एक बात हम देखते हैं कि व्यवस्था जो है एक बहुत बड़ा रुकावट बनता है हमें पुत्रत्व में पहुंचने के लिए. പുത്രനാകാൻ തടസ്സമായിരിക്കുന്ന ഈ ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? तो हम जो पुत्र हो जाने के लिए जो रुकावट है, ये जो व्यवस्था, इससे हम कैसा बच सकते हैं? പൗലോസ് വേറൊരു കാര്യം ഈ ലോകത്തിന്റെ ഈ ആദ്യപാഠങ്ങളെ ഈ ചിൽഡ്രനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ they were under the bondage under the elements of the world. ഇതിന് ये जो पौलुस यहाँ पर जो वाक्य, तीसरा वाक्य में जो लिखा है कि जो बालके है वो संसार के आदि शिक्षण के वश में है करके बोलते समय में इस तरह का बात है. पौलुस दूसरा जगह पर भी एक बात कहता है. കൊലോസ്യ ലേഖനം അതിന്റെ 2-ാം അധ്യായം, कोलोसों का पुस्तक उसका दूसरा अध्याय, അതിന്റെ 8-ാമത്തെ വാക്യം, उसका 8वां वाक्य में हम पढ़ते हैं. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതെ സൂക്ഷിക്കും. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം, ലോകത്തിന്റെ ആദിപാഠങ്ങൾക്കൊത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണം ഉള്ളതല്ല. കണ്ടോ? ഇവിടെ ക്രിസ്തുവിനല്ലാത്ത എന്തോ ഒരു കാര്യം ഇവിടെ അപ്പോസ്തലൻ പറയും. वाक्य 8 पढ़ेंगे. चौकस रहो कि कोई तुम्हें उस तत्व ज्ञान और व्यर्थ धोखे के द्वारा अहेर न कर ले जो मनुष्य के परंपराएं, मत और संसार की आदि शिक्षा के अनुसार है, पर मसीह के अनुसार नहीं. देखो यहाँ पर एक शब्द हम पढ़ते हैं कि वो मसीह के अनुसार नहीं. ഇവിടെ കണ്ടോ? ആ ഒരു വേർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ സ്പോയിൽ, അതായത് നിങ്ങളെ കവർന്ന് കളയരുത്. ആ കവർന്ന് കളയുക എന്ന് പറയുന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ നമ്മൾ പ്രവാസത്തിൽ പോകുന്ന ഒരവസ്ഥ. तो वहां पर हम देखते रहे, चौकस रहो कि तुम उस तत्व ज्ञान और उस व्यर्थ धोखा की और के द्वारा आहेर ना कर ले करके एक शब्द का हम देखते हैं. അവിടെ പ്രവാസത്തിലേക്ക് പോകുന്നവര് എന്ന് വെച്ചാൽ അവരേതോ ഒരു കാര്യത്തിന് അവരെ കൊണ്ടുപോയി, പിന്നെ അവർക്ക് തിരിച്ചു വരാത്ത രീതിയിൽ അവർ പ്രവാസത്തിലേക്ക് പോകുന്നത് പോലെ. तो मतलब ये और कर ले करके मतलब ये एक ऐसा अवस्था को दिखाता है कि किसी को बंदी गृह में
ले गया है, दबा उसको बंदीगृह के अधीन में वो हो चुका है। फिर वो बंदीगृह में होने की वजह से उसको छुटकारा पाकर बाहर आने नहीं आ सकता, उस तरह का परिस्थिति में चला गया। ഇവിടെ കണ്ടോ, പ്രവാസത്തിലേക്ക് പോകുന്ന എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ അപ്പോസ്തലൻ പറയുമ്പോൾ, ഫിലോസഫി, തത്വജ്ഞാനം കൊണ്ട്, ഇവിടെ വെറും വഞ്ചന കൊണ്ട്, ഇങ്ങനത്തെ മനുഷ്യരുടെ സമ്പ്രദായം കൊണ്ടൊക്കെയും ഇവിടെ നമ്മൾ പ്രവാസത്തിലേക്ക് പോവുകയാണ്. और वो आहेर न कर ले करके बोलते समय में हम लोग एक बंदीगृह का, एक बंधन का अवस्था में हम फंस रहे हैं। वो क्या क्या बातें हैं जो हमें इस तरह का बंदीगृह में डाल देता है? एक है तत्व ज्ञान के बारे में, हम वहां पर हम देखते हैं। फिर हम देखते हैं व्यर्थ धोखा देने के बातों के शब्दों में, और फिर मनुष्य का परंपराएं की बातें, मतलब संसार की आदि शिक्षा, ये सब बातें हमें क्या करता है? हमारे अंदर एक जंजीर डाल देता है और एक बंदीगृह में डाल देता है हमें। എന്തോ ഈ മൂന്നാല് കാര്യം നമ്മളിവിടെ വായിച്ചത് നമ്മളുമായിട്ട് എങ്ങനെ അത് റിലേറ്റ് ചെയ്യും? तो ये 3-4 बातें जो अभी हमने पढ़ा, इसमें हमारा साथ वो कैसा रिश्ता है? ഫിലോസഫി നമ്മുടെ വിദ്യാഭ്യാസം, तत्व ज्ञान बोले तो हमारा बुद्धि और ज्ञान, जो विद्या हमने सीखा है, നമ്മുടെ ജ്ഞാനത്തിൽ നമ്മൾ വളരെയധികം പാണ്ഡിത്യമുള്ളതായി നമ്മൾ അതിൽ ഡിഗ്രി ആകുമ്പോൾ നമ്മൾ ശരിക്കും പ്രവാസത്തിലേക്ക് പോവുകയാണ്, നമ്മൾ ദൈവത്തെ അറിയുന്നില്ല. अगर हमने हमारा पढ़ाई लिखाई के इसमें ज्यादा जोर देते समय में, मैंने डिग्री हासिल किया, मैंने कमाया है, ये मैं अभी इतना इसमें मैं स्कॉलर बन चुका हूँ, ये सब बातें, ये मेरा सर्टिफिकेट, ये सब बातों में जब मैं एक विश्वासी जोर लगाते समय में, वो वास्तव में क्या हो रहा है? वो एक बंधन में फंस रहा है, एक बंदीगृह में गया, उस तरह का अवस्था में हो रहा है वो। വെറും വഞ്ചന, അടുത്ത കാര്യം നമ്മൾ വായിക്കുന്ന വെറും വഞ്ചന, വെയിൻ ഡിസീറ്റ്, വാനിറ്റി. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം, അവിടെ ശലോമോൻ ഉപയോഗിച്ചിരിക്കുന്ന സൂര്യന് കീഴെയുള്ള എല്ലാ കാര്യവും മായ എന്ന് പറയുന്നത് പോലെ, ഈ കർത്താവിനെ ഒഴിച്ച്, അത് കണ്ടോ, നോട്ട് ആഫ്റ്റർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് ഒഴിച്ച് ഉള്ള എല്ലാ കാര്യവും വഞ്ചനയാണെന്ന് ഇവിടെ അപ്പോസ്തലൻ പറയും. और व्यर्थ धोखा करके बोलते समय में, व्यर्थ धोखा करके ये शब्द हम देखते हैं कि सोलोमन ने एक विषय में कहा है कि सूर्य के नीचे की जो भी बातें हैं वो सब माया है, यानी कि जो जो बातों में मसीह के अनुसार नहीं है वो सब माया है करके, वो है व्यर्थ धोखा की बातें जो इस दुनिया में हम देखते हैं। കണ്ടോ, ഇവിടെ ട്രഡീഷൻസ് ഓഫ് മെൻ. और फिर हम देखते हैं कि मनुष्यों के परंपराएं, ഈ മനുഷ്യരുടെ ഈ പാരമ്പര്യം, നമ്മുടെ അപ്പനപ്പന്മാരുടെ പാരമ്പര്യത്തിൽ ഇത് ചെയ്യുന്നത് കൊണ്ട് അതാണ് നമ്മളെ ക്രിസ്തുവിങ്കിൽ നിന്നും മാറ്റുന്നത് ഇവിടെ അപ്പോസ്തലൻ പറയുക. और यहाँ पर पौलुस यहाँ पर कहता है कि मनुष्य के जो परंपराएं हैं, जो मनुष्य हमेशा इस परंपरा की बातों में हमें पकड़ कर रखते हैं, मेरे पिता ने ये किया, मेरे पूर्वजों ने ऐसा किया, वो सब परंपराओं को मसीहत में हम लाते समय में हम क्या कर रहे हैं? हम एक बंधन में फंस रहे हैं। പിന്നെ കണ്ടോ, അടുത്ത കാര്യം, ആദ്യ പാഠങ്ങൾ. നമ്മൾ ഈ ലോകത്തിലെ റൂഡിമെന്റ്സ്, ഈ ലോകത്തിലെ നശിക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകുന്നത് കൊണ്ടാണ് നമ്മൾ എത്രമാത്രം ക്രിസ്തുവിൽ നിന്നും മാറിപ്പോകുന്നത്. और संसार का आदि शिक्षा नहीं करके हम देखते समय, मतलब संसार की वो बातें जो नाशवान होने वाला बातों के पीछे चलने वाला अवस्था, जिसकी वजह से हम प्रभु से दूर हो जाते हैं। കണ്ടോ, ഇതെല്ലാമാണ് നമ്മുടെ ക്രിസ്തുവിൽ നിന്നും അകറ്റുന്നത്. ये सब बातें हैं हमें मसीह से दूर ले जाता है। ഈ കാര്യങ്ങൾ നമ്മളിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് പുത്രത്വം എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക്, ആ ഒരു സ്ഥാനത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ നമുക്ക് പ്രയാസം. और ये सब बातें ऐसा होने की वजह से है, इस सब के कारण की वजह से है, हम लोग कभी पुत्रत्व का अवस्था में हम पहुंच नहीं पाते। വേറൊരു കാര്യം, നമ്മൾ ഈ ഫിലോസഫി, ഇത് തത്വജ്ഞാനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ, ഇവിടെ ആളുകൾക്ക് സയൻസ് വളരെ ഇഷ്ടമാണ്. ആളുകൾ സെൽഫ് ഡിസിപ്ലിൻഡ് ആകാൻ, അവരെ തന്നെ നിയന്ത്രിച്ച് അവർ നല്ലതാകാൻ ശ്രമിക്കുന്ന ചില വിദ്യാഭ്യാസം നേടുന്നത് കാര്യങ്ങളൊക്കെയും ക്രിസ്തുവിൽ നിന്നും എത്രമാത്രം നമ്മളെ അകറ്റും എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം പ്രിയരെ. तत्व ज्ञान का दूसरा एक बात हम देखते हैं, या दूसरा एक अवस्था को हम देखते हैं, वो है विज्ञान। हम देखते हैं कि मनुष्य विज्ञान में पढ़ लिख कर वो लोग इतना वो लोग शिक्षण प्राप्त करते हैं कि वो लोग अपने आप को नियंत्रण में लाकर, वो अभ्यास कितना गहराई में जाते समय में वो एक नियंत्रण और उनके जीवन में एक अनुशासन आता है, एक डिसिप्लिन आकर उस रीति से जीवन को, अपना जीवन को लोग चलाते हैं। ये सब बातें हम देखते हैं कि प्रभु से वो व्यक्ति को दूर कराता है। ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഇതൊന്നും ലോകത്തിലെ ആൾക്കാരെ കുറിച്ചല്ല ഇവിടെ ഞാൻ പറയുന്നത്. ഇവിടെ ക്രിസ്തുവിൽ നിന്നുള്ള വേർപെടുത്തുന്ന നമ്മുടെ ഓരോ കാര്യങ്ങളാണ്. हाँ, ये सब बातें जब मैं बोलते समय में, ये मैं बोल रहा हूँ करके संसार का लोगों का अवस्था की बातें नहीं कह रहा, बल्कि कलीसिया में ये सब बातें आता है, और ये सब बातें आकर क्या करता है? हमें मसीह से दूर ले जाता है। वो विषय की बातें मैं कह रहा हूँ। ഇവിടെ അപ്പോസ്തലൻ ഇതൊക്കെയും പറയുമ്പോൾ താൻ ആ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമാണ്, വല്ല വിധേനയും ഞാൻ ക്രിസ്തുവിനെ നേടണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹമായിരുന്നു അപ്പോസ്തലനുള്ള.
ये सब अवस्थे में जाते समय में पौलुस सिर्फ एक ही बात, फिलिपियों का पुस्तक 2 अध्याय में वो कहता है कि मैं किसी रीति से मैं मसीह को मैं प्राप्त करूं। 3 अध्याय में हम देखते हैं कि किसी रीति से मैं मसीह को मैं प्राप्त करूं, इस अवस्था में मैं पहुंचूं। ये अवस्था था पौलुस का। ഇതിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം അപ്പോസ്തലൻ അന്വേഷിച്ചപ്പോൾ താൻ വളരെയധികം ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഒരു സൊല്യൂഷൻ ഈ അധ്യായത്തിൽ തന്നെ പറയാം. तो ये सब बातों से जो उसको प्रभु से दूर ले जाता है, ये सब बातों से जब वो स्वतंत्र चाहता था, छुटकारा चाहता था, उसका खोज में लगते समय में हम देखते हैं कि इसी अध्याय में उसको उत्तर मिलता है करके हम देखते हैं। അതിന്റെ 20ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. उसका 20वां वाक्य में हम पढ़ते हैं कोलोशियंस 2:20। ക്രിസ്തുവിനോട് കൂടെ ലോകത്തിന്റെ ആദിപാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി. അത് മതി. അത് പിന്നെയുള്ള എല്ലാം ടച്ച് നോട്ട്, ഹാൻഡിൽ നോട്ട്. ഓക്കെ, 20ാമത്തെ വാക്യത്തിൽ എത്ര പ്രാധാന്യം അർഹിക്കുന്നത് കണ്ടോ. ഇവിടെ അപ്പോസ്തലൻ ഒരു സൊല്യൂഷൻ കണ്ടെത്തി. यहाँ पर पौलुस यहाँ पर एक सुझाव उसको मिलता है, उत्तर मिलता है कि जब तुम मसीह के साथ संसार की आदि शिक्षा की ओर से तुम मर गए हो, ये एक अवस्था में वो उसको उसमें जवाब मिलता है कि किस रीति से वो छुटकारा पा सके. കാരണം ഇതൊന്നും ചാകുന്നില്ല. ഇതൊന്നും ഇങ്ങനത്തെ ഈ ആദ്യ പാഠങ്ങളും ഇങ്ങനത്തെ തത്വജ്ഞാനവും ഇതൊന്നും മരിക്കുന്നില്ല. हाँ, क्योंकि हम देखते हैं कि संसार में अभी हमने जो भी पढ़ा, जो मनुष्य की परंपराएं हैं, जो आदि शिक्षा है, तत्व ज्ञान है, ये सब अपने आप मरता नहीं है. ഇത് ഒന്നും മരിക്കാത്തത് കൊണ്ട്, ഇത് എപ്പോഴും തന്നെ പിന്തുടരുന്നത് കൊണ്ട് അപ്പോസ്തലന് വളരെ വിഷമമായപ്പോൾ, വളരെ സംഘർഷത്തിൽ ആയിരുന്നപ്പോൾ അപ്പോസ്തലൻ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയതാ, ഇവിടെ എനിക്ക് മരിക്കണം. तो यहाँ पर वो पौलुस जब देखते समय में ये सब बातें जो संसार की बातें हैं, मनुष्य की परंपराएं हैं, तत्व ज्ञान है, ये सब बातें वो मर नहीं रहा, बल्कि पौलुस के पीछे पीछे हो रहा है, पौलुस को कब्जा करने का कोशिश कर रहा है, इससे वो बचने को हो रहा नहीं है. उसके अंदर वो बंदीगृह का बंधन में फंसने का अवस्था में होते समय में पौलुस ने मसीह में उसने उसका एक सुझाव, उसका जवाब उसने पाया. 20ാമത്തെ വാക്യം എത്രമാത്രം നമ്മളെ ആത്മാവിലാക്കണം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചുവെങ്കിൽ, ഇവിടെ മരിച്ചുവെങ്കിൽ എന്ന് പറയുമ്പോൾ പിന്നെ അയാൾക്ക് ജീവനില്ല, പിന്നെ അത് സംബന്ധിച്ച് അയാൾ ജീവിക്കുന്നില്ല. तो फिर जब पौलुस वहां पर, इसलिए वो 20वां वाक्य में जब उसको उत्तर मिलते हैं समय में, हमें ये वाक्य को कितना हमें आत्मा में लेकर हमें आनंद करना है, क्योंकि जो मनुष्य, जो हम मसीह के साथ संसार की इस आदि शिक्षणों की ओर अगर मर गए हैं, अगर मरे हुए हैं, ऐसा मर चुके हैं, तो फिर हम लोग वो संसार की उस बातों के लिए हम लोग नहीं जी रहे. ഇങ്ങനെ ഇതിൽ നിന്നും രക്ഷപ്പെട്ട, ഇങ്ങനെ മരിച്ച, ക്രിസ്തുവിൽ ഇങ്ങനെ മരിക്കപ്പെട്ട ആളുകളാണ് അവർ പുത്രത്വത്തിലേക്ക് വരുന്നതും അവർ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് അവർക്ക് കിട്ടുന്നത്. इसलिए जो इस रीति से इन सब बातों के लिए मर गए हैं, वो मरे हुए लोग, जो मसीह के साथ मरे हुए, वो लोग है सच्चा, वो लोग जो पुत्रत्व का अवस्था में पहुंच चुका है. मतलब वो लोग हो गए, क्योंकि फिर उसके अंदर आत्मा उनके अंदर कार्य करके, लेपालक का आत्मा कार्य कर उनको परमेश्वर को अब्बा पिता करके बुलाने का स्वतंत्रता और आजादी उनको मिलता है, जो आत्मा उसको चलाता है. जिस वो अवस्था में पहुंचते समय में वो पुत्र बन गया है. നമ്മൾ സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതൊക്കെയും നമ്മുടെ മരണം വരെ പിന്തുടരും. क्योंकि हमें ये सब बातें समझना, ये जब संसार की बातें, मनुष्य का संप्रदाय, तत्व ज्ञान, ये सब हमारे मृत्यु तक हमारे पीछे होते रहेगा. ഇതിൽ നിന്ന് നമ്മൾ മരിക്കുന്നിടം വരെ നമ്മളെ ഇത് പിന്തുടർന്ന് തന്നെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഇത് നമ്മളെ വിടാൻ പോകുന്നില്ല. तो अगर हम लोग मरने तक अगर ये हमारे पीछे हो रहे हैं, यानी कि अगर हम लोग इसका सुझाव अगर हमको मिला नहीं, इससे अगर हम लोग को छुटकारा नहीं मिला, तो ऐसा मत सोचना कि मर जाने के बाद भी ये सब बातों, मर जाने के बाद पूरा रीति से स्वतंत्र हो जाएंगे, ऐसा भी नहीं है. क्योंकि ഇതൊക്കെയും നമ്മൾ വിചാരിക്കുന്ന പോലെ ഇതൊക്കെയും ഒരു ഫിസിക്കൽ കാര്യങ്ങളല്ല, ഇതൊക്കെ സ്പിരിച്വൽ മാറ്റേഴ്സ് ആണ്. ഇതൊക്കെ ആത്മീകമായി നമ്മളെ സംഘർഷത്തിലാക്കുന്ന വിഷയങ്ങളായതുകൊണ്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല. तो इसके लिए ऐसा मत सोचना कि देखो अभी, क्योंकि ये सब शारीरिक बातें, संसार की बातें, जो हम लोग भूमि में जीते समय में शारीरिक रीति से ये हमारे रहता है करके, ऐसा नहीं है. ये सब आत्मिक विषय की बातें हैं, जो सब दुष्टात्मा के द्वारा कार्य करने वाला बातें हैं. इसलिए भले ही हमारा शारीरिक रीति से मृत्यु हो जाएगा, तो भी ऐसा नहीं सोचना कि हम लोग इनसे छुटकारा पा लिए करके. അതുകൊണ്ട് അപ്പോസ്തലൻ വളരെ ജ്ഞാനത്തിൽ പറയുകയാണ്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല.
इसलिए पौलुस एकदम आत्मा से भरकर ये सब बातों को जब समझा तो वो कहने लगा, हमारा युद्ध मांस और लहू से नहीं है, നമ്മുടെ പോരാട്ടം പക്ഷെ ആരോടാണ്? परंतु हमारा युद्ध किसके साथ है? 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ നമ്മൾ അത് വായിക്കുമ്പോൾ हम लोग जब 2 कोरिन्थियों उसका 10वां अध्याय में जब हम पढ़ते हैं, 10ന്റെ 4-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ 10 का 4 में हम देखते हैं, क्योंकि हमारी लड़ाई के हथियार शारीरिक नहीं पर गढ़ों को ढा देने के लिए परमेश्वर के द्वारा सामर्थ्य है। 4-ാമത്തെ വാക്യം, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ എടുപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെയും നമ്മളെ പിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ദൈവം നമ്മളെ ആക്കിയ ഒരു സ്ഥാനം അത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രിസ്തുവിന്റെ മരണത്തിലാണ്. इसीलिए हमें एक बात समझना है, ये सब बातें जो हमारे खिलाफ आकर हमें जंजीर में डालकर हमें बंदीगृह में अगर फंसा के रखने वाले ये सब बातों से अगर छुटकारा पाने का अगर कोई भी एक स्थान है तो वो एक ही स्थान है, वो है प्रभु यीशु मसीह का मृत्यु। ഇതെല്ലാം നമ്മൾക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്, ഞാൻ ഇതൊക്കെയും പറയുന്നത്. ये सब भले में जब मैं बोलते समय में हम सब ये सब बातें जानते हैं, പക്ഷെങ്കിൽ ഇത് നമ്മൾ ശരിക്കും ആത്മാവിൽ മനസ്സിലാക്കിയാൽ ഇതിന്റെ സ്വാതന്ത്ര്യം ഒരു വ്യത്യസ്തമായ സഹോദരൻ. परंतु जब हम इसकी गहराइयों में हम जाते हैं समय में, हम देखते समय में इसका जो गहराई की बातें है वो एकदम अलग है और हमें एक छुटकारा देता है। ഇതൊക്കെയും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ പുറകെ എത്രമാത്രം ശത്രുക്കൾ എത്രമാത്രം നമ്മളെ ബന്ധിക്കുവാൻ തക്കവണ്ണം നമ്മളുടെ പുറകെ തന്നെ പത്രോസ് പറയുന്ന പോലെ നമ്മള് ഈ അലറുന്ന സിംഹം പോലെ പിശാച് നമ്മുടെ പുറകെ ആയി. तो इसके लिए हम लोग ये हमें सोचना है कि कितना अद्भुत रीति से प्रभु हमें संभाल रहे, क्योंकि ये सब चीजें, ये सब शक्तियां, ये सब सामर्थ्य हमारे पीछे है, हमें दबाने देखता है, हमें जंजीर में डालकर बंदीगृह में डालने देखता है। जैसा पौलुस ने कहा, शैतान जो है एक गरजने वाला सिंह के समान है, किसको फाड़ खाए किसको दबोचे देखने के लिए हमेशा वो कोशिश करते रहता है। ഇങ്ങനൊരു സൊല്യൂഷൻ വേണമെന്ന് ദൈവ ഹൃദയത്തിൽ തോന്നിയപ്പോൾ തന്റെ പുത്രൻ അതിന് യാഗമായി എന്നുള്ളത് എത്ര അതിശയമാണ്. जब इस बात के लिए हमें एक सोल्यूशन, एक सुझाव, एक उत्तर चाहिए था जिससे हम लोग पूर्ण रीति से छुटकारा पाए। उस छुटकारा पाने का अगर उसमें जवाब वो ये था कि पिता को ये भाया कि वो जवाब के रूप में अपना पुत्र को भेजे। അതിന്റെ ഇങ്ങനെ നമ്മൾ ആയി കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഗലാത്യ ലേഖനത്തിൽ നമ്മൾ പിന്നെയും പോകുമ്പോൾ तो जब हम इस छुटकारा का अवस्था में देखते समय में हम लोग जब वापस गलतियों के पुस्तक में आते हैं, 4ന്റെ 7ാമത്തെ വാക്യം, 6ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് പാർട്ട്, 4 का 6 का आखिरी भाग में हम पढ़ते हैं, നിങ്ങൾ പുത്രത്വം പ്രാപിച്ചതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു എന്നറിയാവോ? പുത്രത്വത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അയച്ചു. तो हम देखते हैं कि क्योंकि हम लोग ले पा लगे पुत्रत्व का आत्मा हमने प्राप्त किया है करके बोलते समय में वो क्या किया, पिता ने ये पुत्रत्व का आत्मा को हमारे हृदय में भेजा। ഇപ്പോൾ wherefore you are no more a servant but son. ഇവിടെ എന്താ നമ്മള് servant അല്ല എന്ന് പറയുന്നത്? जिसकी वजह से इसीलिए अभी तुम दास नहीं परंतु पुत्र हो। तो ऐसा क्यों कह रहा है कि अभी दास नहीं करके? നമ്മൾ 1ാമത്തെ വാക്യത്തിൽ വായിച്ചില്ലേ, നമ്മളെ ദാസന്മാരുടെ കീഴെയായി മക്കളെ ആദ്യം ഏൽപ്പിക്കുന്നത് അപ്പന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ. हमने जैसे ऊपर के वाक्यों में पढ़ा कि जब हम लोग शिशु होते समय में, हम लोग जब बालक थे, हम लोग पिता के जिम्मेदारियों को या बातों को समझने के लिए हम लोगों को दासों के हाथ में सौंपा गया था। നമ്മൾ ഇനി ദാസന്റെ അടിയിലല്ല എന്നാ ഇവിടെ വാക്യം ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പുത്രന്മാരാണ്, ദൈവത്തോടു കൂടെ അവകാശികൾ. परंतु अगर एक बार हम लोग पुत्र हो गए तो फिर हम लोग विरासत के हकदार लोग हैं, जिसकी वजह से अभी हम लोग दास नहीं रहे। ഇവിടെ യഹൂദന്മാരുടെ പശ്ചാത്തലം നമ്മൾ നോക്കുമ്പോൾ അവര് ഈ പുത്രന്മാരെ മാത്രമാണ് അവർ അവകാശത്തിലേക്ക്, അപ്പന്റെ സ്വത്തിന്റെ അവകാശത്തിലേക്ക് ആ പരിജ്ഞാനത്തിൽ അവർ എത്തുമ്പോഴാണ് അവർക്ക് കൈകാര്യം ചെയ്യുവാൻ അപ്പൻ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നത്. हम देखते हैं कि यहूदियों का रीत रिवाज या कार्य के अनुसार अगर हम देखा जाए तो यहूदी लोग हमेशा, उनके पिता हमेशा जब उनके बच्चे जिम्मेदार जब हो जाते हैं, बड़े हो जाते हैं, पुत्रत्व का अधिकार का अवस्थे में जब जिम्मेदारी जब उन लोग में आता है, तभी हम देखते हैं कि सही रीति से पुत्रत्व में आते हैं, तभी उनको बड़ा बड़ा जिम्मेदारी सौंपकर उनको पुत्रत्व का मिराज और वारिस का हक बना कर देते हैं। അത്രയും സമയം നമ്മള് കുഞ്ഞുങ്ങളാണ്, നമ്മൾ ശിശുക്കളാണ്, നമ്മൾ ദാസന്റെ കീഴെയാണ്, ദാസൻ നമ്മളെ പഠിപ്പിക്കുക.
उतना समय तक जब तक उस मुकाम तक जब तक पहुंचते नहीं है, तब तक हम लोग बच्चे रहते हैं, तब तक हम लोग बालक रहते हैं। और जब जितना समय तक हम बालक रहेंगे, हम लोग दास के अधीन में रहकर हम लोग उसके अधीन में होकर शिक्षण रहते प्राप्त करते रहते हैं। ചില സഹോദരന്മാര് വിചാരിക്കുന്നത് ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മൾ എത്തൂന്നാ. अच्छा, कुछ विश्वासी लोग ऐसा लगता है कि अगर हम लोग यही परिस्थिति से अगर हम लोग गुजर जाएंगे तो हम लोग आराम से पहुंच जाएगा करके। നമ്മൾ അവിടെ എത്തും, പക്ഷെ നമ്മൾ അവിടെ ശിശുക്കളായിരിക്കും. हम लोग ऐसा पहुंच तो जाएंगे, परंतु उस समय में हम लोग केवल शिशु ही रहेंगे, बच्चे ही रहेंगे। നമുക്കൊരു അധികാരം ദൈവം തരണമെങ്കിൽ നമ്മൾ പുത്രനായില്ല. हम लोग को कुछ भी अगर अधिकार देना का विषय में आते समय में हम वो नहीं दे पाएगा, क्योंकि हम लोग पुत्र नहीं बने, അബ്ബാ പിതാവേ എന്ന് കരഞ്ഞില്ല. क्योंकि हम लोग हे हब्बा हे पिता करके हम लोग ने पुकारा नहीं कभी। ഈ അബ്ബ എന്ന് വിളിക്കുന്നത് തന്നെ നമുക്കറിയാം, യഹൂദന്മാര് ആ പിള്ളാര് ആ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ അവർ കട്ടിലേൽ ഇരിക്കുമ്പോൾ തന്നെ അവർ അബ്ബ എന്ന് വിളിച്ചാണ് തന്റെ അപ്പനെ സംബോധന ചെയ്യുന്നത്. हम देखते हैं कि अब्बा करके ये शब्द जो हम यहूदी लोग हमेशा अपने पिता को पुकारने वाला एक शब्द है। അവിടെ പിതാവേ എന്ന് വിളിക്കുമ്പോൾ താൻ പുത്രനായതിന്റെ സൂചനയാണ്. और जब वो लोग पिता करके बुलाते समय में हम देखते हैं कि वो उस पुत्र बन चुका है, उस अवस्थे में बड़े हो गए, इसलिए वो लोग पिता करके पुकारते हैं। അവിടെ ഇംഗ്ലീഷിൽ ആ വേർഡ് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടോ, 6ാമത്തെ വാക്യത്തില് അവിടെ അബ്ബ എന്ന് പറഞ്ഞൊരു കോമയുണ്ട്. यहाँ पर देखो, अंग्रेजी में जब हम लोग पढ़ते समय में वहां पर वाक्य 6 में वहां पर हम देखते हैं कि अब्बा करके बोलने के बाद वहां पर एक कॉमा आया है। അബ്ബ ഫാദർ എന്ന് അങ്ങ് ഒറ്റ വേർഡിൽ പറഞ്ഞാൽ പോരായിരുന്നു. हाँ, वहां पर चाहिए तो अब्बा पिता करके एक शब्द ही अगर आ जाना चाहिए था ना। अब्बा के बाद कॉमा करके फिर पिता करके क्यों लिखा है? അവിടെ പുത്രനായി എന്നതിന്റെ 6ാമത്തെ വാക്യം അവിടെ പറയുന്നുണ്ട്, ബിക്കോസ് യു ആർ സൺസ്, നിങ്ങൾ പുത്രനായതുകൊണ്ട് നിങ്ങൾ ഇനി അബ്ബ എന്ന് വിളിക്കുക മാത്രമല്ല, നിങ്ങൾ അബ്ബ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവാണ് നിങ്ങളിൽ വന്നത്. क्योंकि वहां पर देखो, क्योंकि वाक्य 6 कैसे शुरू होता है, तुम जो अभी पुत्र हो चुके हो, क्योंकि अभी वो पुत्र का अवस्था में बन चुके हो, बढ़ोतरी आ गया है, जिसकी वजह से अभी तुम अब्बा बोलकर वो सीमित नहीं रहता है, बल्कि हम पुकारते समय में हे अब्बा हे पिता करके पुकारते हैं। വേറൊരു പ്രത്യേകത ഞാൻ ഇതിൽ കണ്ടത്, കർത്താവ് യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ ഒരിക്കൽ പോലും അബ്ബാ പിതാവേ എന്ന് ക്രൂശിലല്ലാതെ വേറെ എവിടെയും വിളിച്ചു. ക്രൂശിലല്ലാതെ അബ്ബാ പിതാവേ എന്ന്. हाँ, तो हम देखते हैं कि यीशु मसीह का जीवन में मैंने एक बात जो मैंने गौर किया है कि क्रूस को छोड़कर बाकी सब जगह पर वो पिता करके ही पुकारा है। എവിടെയും താൻ പിതാവേ എന്ന് സംബോധന ചെയ്തായിരുന്നു പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചു. यीशु मसीह जब भी पिता के साथ वार्तालाप या बात करते समय में, प्रार्थना करते समय में वो हमेशा पिता करके पुकार कर परमेश्वर से बात करता था। എന്നാൽ അബ്ബാ പിതാവേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുന്ന ആ ചോദ്യം ക്രൂശിൽ മാത്രമാ കർത്താവ് പറഞ്ഞു. परंतु एक अब्बा पिता करके पुकारने का अवस्था, तूने मुझे क्यों त्याग दिया करके वो अवस्था वो क्रूस में हम देखते हैं। അത് സഹോദരങ്ങളെ, നമ്മൾക്ക് ആ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി, നമ്മൾ പുത്രന്മാരാകാൻ വേണ്ടി അവിടെ കരഞ്ഞത്, തന്റെ സ്വന്തം പുത്രൻ അങ്ങനെ കരഞ്ഞപ്പോൾ അവിടെ ഉളവായത് ഒരു സഭയായിരുന്നു. हम देखते समय में वो क्यों ऐसा यीशु मसीह ने पिता को परमेश्वर करके पुकार कर किया, वो इसीलिए ताकि हम जैसे लोग जो परमेश्वर से हम दूर थे, हम जैसे लोगों को परमेश्वर के निकट लाकर और हमें भी हक दे, हमें भी मिराज दे और हमें भी अधिकार दे कि ये परमेश्वर को हम अब्बा पिता करके पुकार सके। वो अवस्थे में हमें पहुंचाने के लिए यीशु मसीह इस अवस्थे में गया। എത്രമാത്രം സ്വാതന്ത്ര്യമാ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്നത്. इसलिए कितना बड़ा स्वतंत्रता है हमारा प्रभु ने हमको दिया है। നിങ്ങൾ എവിടെ നോക്കിക്കോ, 17ാം അധ്യായത്തിൽ യോഹന്നാനിൽ ഒരിടത്തും താൻ പ്രാർത്ഥിക്കുമ്പോൾ അബ്ബാ പിതാവേ എന്ന് വിളിച്ചിട്ടില്ല. പിതാവേ, നീതിയുള്ള പിതാവേ, യു ഓ ഫാദർ, ഹോളി ഫാദർ എന്ന് അങ്ങനെ മാത്രം സംബോധന ചെയ്തായിരുന്നു തന്റെ ജീവിതകാലം മുഴുവൻ. हम देखते कि यीशु मसीह का पूरा जीवन के अवस्था में हम देखते समय में, खास रूप में यूहन्ना 17 में भी अगर हम देखेगा तो वहां पर भी वो कहां पर भी अब्बा पिता करके शब्द नहीं पुकारा था, बल्कि वो हमेशा पिता को पिता करके, परमेश्वर को पिता करके वो पुकारता था। और यानी तो धर्मी पिता या पवित्र पिता, इस तरह का शब्द ही अपना जीवन भर उन्होंने इस्तेमाल किया है। ഇവിടെ കണ്ടോ, ഇവിടെ അപ്പോസ്തലൻ ഇത് റിലേറ്റ് ചെയ്യുന്ന കാര്യം നോക്കിക്കോണം. ഇവിടെ നമ്മളെ കർത്താവ് ക്രൂശിൽ കണ്ടു എന്നതിന്റെ എത്ര വലിയ സത്യം ഇവിടെ അപ്പോസ്തലൻ വരച്ചു കാണിക്കുമ്പോൾ, ഇവിടെ നമ്മൾ അവന്റെ മരണത്തോട് ഏകീഭവിക്കുമ്പോൾ നമ്മൾ വിളിക്കേണ്ടത് കർത്താവ് നമ്മൾക്ക് വിളിച്ചപ്പോൾ അവിടെ നമ്മളായിരുന്നു ആ സ്ഥാനത്ത് എന്ന് ദൈവം വ്യക്തമാക്കുകയാണ്.
तो इसके लिए यहाँ पर पवित्र आत्मा के द्वारा प्रभु हमें कितना अच्छा रीति से हमें समझाना चाहता है, बताना चाहता है कि जब प्रभु अब्बा पिता करके पुकारते समय में, क्योंकि हमें वो प्रभु के ओर, पिता की ओर, परमेश्वर की उपस्थिति में आते समय में पिता करके पुकारने का वो अवस्था में हमें पहुंचाने के लिए प्रभु यीशु मसीह को अपने आप को नम्र कर उस अवस्था में जाना पड़ा, ताकि हमें उस मुकाम में पहुंचा सके, हमें ऊंचाई में पहुंचा सके और हम लोग परमेश्वर को पिता करके पुकार सके। നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ഏതൊരു അവസ്ഥയും ആയിക്കോട്ടെ, നമ്മുടെ വളരെ പേഴ്സണലായ ഇടങ്ങളിൽ ദൈവം നമ്മളോട് ഇടപെടും. इसके लिए हम लोग कोई भी अवस्था में क्यों ना हो, कोई भी परिस्थिति में क्यों ना हो, हमारा हर पर्सनल अवस्था में प्रभु है जो हमारे अंदर कार्य करता है। ഞാൻ ചിന്തിച്ചു, ശമരിയക്കാരിയായ സ്ത്രീയോട് ആ കർത്താവ് യഹൂദയിൽ ഗലീലയോട്ട് പോകുമ്പോൾ അവിടെ വേറെ ആ ഒരു വഴി കൂടെ പോകാം, പക്ഷെങ്കിൽ ആ മനഃപൂർവ്വമാണ് ആ ഒരു വഴി ക്രോസ് ചെയ്യുന്നത്. हम देखते हैं कि प्रभु जब उस शमरिया स्त्री से बात करने का शुरुआत में वहां पर पहले देखो, प्रभु चाहिए तो उस रास्ते से जाना के अलावा दूसरा कोई रास्ता चाहिए तो वो इस्तेमाल कर सकता था या बाद में कभी जा सकता था, परंतु उसी समय में उसी रास्ते से वो जानबूझकर गया। അവിടെ ശമരിയ സ്ത്രീകൾ കൂടുതലും വെള്ളം കോരാൻ വരുന്നത് സമയങ്ങൾ ഒരിക്കലും ഉച്ച സമയമല്ല. उच्च समय അല്ല, क्योंकि हम देखते हैं कि शमरिया स्त्री जब भी वो लोग उस कुएं में आकर पानी भरने का जो समय, कभी भी वो लोग दोपहर को नहीं आते वो लोग पानी भरने के लिए। ഒന്നെങ്കിൽ വെയിൽ ആറിയിട്ട് വരും, അല്ലെങ്കിൽ അവര് വെയിലിന് മുമ്പ് സൂര്യൻ ഉദിക്കുന്നതിന് രാവിലെ സമയങ്ങളിൽ വരും. वो लोग ज्यादा भी करके हम देखते हैं कि जब सूर्य डूब जाता है, यानी कि तब जब शाम होता है, नहीं तो एकदम सवेरे वो लोग आते हैं पानी भरने के लिए। ഈ ശമരിയ സ്ത്രീയുടെ ചരിത്രം, ഈ ശമരിയ സ്ത്രീയുടെ ഹിസ്റ്ററി അത്ര നല്ലതല്ലാത്തത് കൊണ്ട്, അന്യ സ്ത്രീമാരുടെ കൂടെ വരാൻ താൻ മടിച്ചത് കൊണ്ട്, ആരുമില്ലാത്ത സമയത്ത് വളരെ ഉച്ചയായപ്പോൾ 6 മണി നേരത്ത് വന്ന്, 6 മണി നേരം എന്ന് പറയുമ്പോൾ ഉച്ച സമയം 12 മണിക്ക്, നമ്മുടെ ഇവിടുത്തെ 12 മണി ആയപ്പോൾ വളരെ ഉച്ച സമയത്ത് ആരുമില്ലാത്തപ്പോൾ താൻ അവിടെ വെള്ളം കോരാൻ വരികയാണ്. परंतु ये शमरिया स्त्री का जीवन में अगर हम देखते हैं समय में, इसका चरित्र इतना अच्छा नहीं था, उसका गवाही इतना अच्छा नहीं था, इसलिए वो ऐसा समय पर आया जहां पर कोई भी लोग उस समय में पानी भरने आता नहीं है। एकदम दोपहर को, हमारा समय देखा जाए तो दोपहर का 12 बजे के आसपास, समय के आसपास पर वो आती है पानी भरने के लिए। പക്ഷെങ്കിൽ അവിടെ ആ സമയം കർത്താവ് അവൾക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തതായി. परंतु वास्तव में देखा जाए तो प्रभु ने उस स्त्री के लिए वो समय नियुक्त करके रखा था। കാരണം അവിടെ ആരും തന്നോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണ് താൻ ആരും ഇല്ലാത്തപ്പോൾ അവിടെ വരുന്നത്. क्योंकि वो स्त्री वो समय पर क्यों आ रहा है, वो पहर पे क्यों आई, क्योंकि कोई भी उससे बात ना करे। എന്നാൽ അവിടെ താൻ വന്നപ്പോൾ അവിടെ വളരെ അത്ഭുതകരമായിട്ട് ഒരു പുരുഷനെ കണ്ടു. യഹൂദനായ ഒരു മനുഷ്യനെ അവിടെ കണ്ടപ്പോൾ താൻ വളരെയധികം വിസ്മയിച്ചു, കാരണം ഈ സമയത്ത് അങ്ങനെ കാണാറില്ല. तो जब वो स्त्री वहां पर आते समय में वो जब देखती है कि उस तालाब में वो आते समय में वहां पर क्या देखा कुएं में, कि एक यहूदी वहां पर पहले ही आकर खड़ा है, और ये शमरिया स्त्री को एकदम विचित्र लगा, क्योंकि यहूदी लोग ये समय पर नहीं आता। ഇവിടെ ആദ്യം സംസാരിക്കുന്നത് ശമരിയ സ്ത്രീ അല്ല. देखो यहाँ पर जो सबसे पहला बात करने का शुरुआत शमरिया स्त्री नहीं बात किया पहला, കർത്താവ് ആദ്യം അവളോട് പറയുകയാ, എനിക്ക് വെള്ളം തരണം. वहां पर यूहन्ना 4:7 में जब पढ़ते समय में यीशु ने वहां पर शुरुआत सबसे पहला बात का आरंभ किया कि मुझे पानी चाहिए, पानी पिला। കണ്ടോ, ഇവിടെ കർത്താവ് അവളോട് ഇടപെടുന്ന രംഗം കണ്ടു. यहाँ पर देखो प्रभु किस रीति से उसके साथ कार्य करता है। ഇവിടെ കർത്താവ് അവിടെ അവളോട് വെള്ളം കോരാൻ വന്ന സ്ത്രീയോട് വെള്ളം തരാൻ പറയുമ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? तो जब ये स्त्री जो पानी भरने के लिए वहां पर आई थी, वहां पर प्रभु उसको पूछ रहा है कि मुझे पानी दो, उसका क्या मतलब हुआ? ഇവിടെ ഈ സ്ത്രീ വളരെ വ്യത്യസ്തമായ ഒരു ഉത്തരം ഇവിടെ പറയുന്നത്. और यहाँ पर उसके विषय में ये स्त्री एकदम अलग रीति से उत्तर देती है। ഈ സ്ത്രീക്ക് വെള്ളം കൊടുക്കണമെന്നില്ല. ये स्त्री को तो पानी देने का इच्छा नहीं है। കണ്ടോ, 9ാമത്തെ വാക്യം, वाक्य 9 में हम पढ़ते हैं। 9 पढ़े। उस सामरी स्त्री ने उससे कहा, तो यहूदी होकर मुझ सामरी स्त्री से पानी क्यों मांगता है, क्योंकि यहूदी सामरियों के साथ किसी प्रकार का व्यवहार नहीं रखते। ഇവിടെ കണ്ടോ, ഇവിടെ പറയുക, വെള്ളം കുടിക്കാൻ വന്ന ഒരാളിനോട് ആരെങ്കിലും ഇങ്ങനെ പറയും? क्या देखो, कोई अगर आपको पानी पूछेगा तो कोई इस रीति का जवाब देगा क्या? ഞാനും നീയും യാതൊരു ബന്ധവും ഇല്ല, നീ എന്തിനാ ഇങ്ങനെ എന്നോട് വെള്ളം ചോദിക്കുന്നത്? ഇത് വളരെ വെള്ളം ചോദിക്കുന്ന ആരും ഇങ്ങനെ സംസാരിക്കുന്നു. क्या मुझे और तुझमें तो हमारे बीच में तो कोई भी प्रकार का व्यवहार नहीं है, तू मुझसे क्यों पानी मांग रहा है करके ऐसा कोई पानी मांगने आने वाले को हम बोलेंगे क्या?
ഇവിടെ കർത്താവ് കണ്ടോ ഉത്തരം പറയുന്നത്? और उसका जवाब में प्रभु क्या कहता है? If you know the gift of God and who it is that says to you, give me to drink, you would have asked of him and he would have given you living water. वाक्य 10 पढ़ेंगे। यीशु ने उत्तर दिया, यदि तू परमेश्वर के वरदान को जानती और यह भी जानती कि वह कौन है जो तुझसे कहता है मुझे पानी पिला, तो तू उससे मांगती और वह तुझे जीवन का जल देता। ഇവിടെ കണ്ടോ, ഇവിടെ കർത്താവ് ആഗ്രഹിച്ചത് ഇവൾ ആദ്യം തുടങ്ങണമെന്നായിരുന്നു. देखो, क्योंकि प्रभु का भी आग्रह क्या था कि ये स्त्री पहला प्रभु से पानी मांगने का शुरुआत, वो स्त्री पहला शुरुआत करना चाहिए बात करने के लिए। അതാ ഇവിടെ കർത്താവ് പറയുന്നത്, നിന്നോട് സംസാരിക്കുന്ന, നിന്നോട് വെള്ളം തരുവാൻ ചോദിക്കുന്ന വ്യക്തി ദൈവത്തിന്റെ ദാനമാണെന്ന് നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിച്ചേനെ. अगर, क्योंकि प्रभु इसलिए वहां पर प्रभु कहता है कि यदि जो तुझसे बात कर रहा है वो अगर तू जान वो कौन है जान लिया होता और परमेश्वर का वरदान क्या है करके ये बात तू जान लिया होता, तो सबसे पहले तू पानी मांगती थी। എന്നാൽ ഇവിടെ ഈ വാർത്ത, ഈ ഒരു സംസാരത്തിൽ പുരോഗമിക്കുമ്പോൾ മുഴുവനും ഇവളുടെ ഏറ്റവും പേഴ്സണൽ ആയ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടിട്ട് ഇവൾക്ക് വലിയൊരു മാനസാന്തരം തരുന്നത് നമുക്ക് കാണാൻ പറ്റും. और जैसा जैसा आगे हम लोग ये बातों को, इनके बातों को जब हम पढ़ते समय में, देखते समय में, वहां पर हम क्या देखते हैं, प्रभु उस व्यक्ति, उस स्त्री का एकदम पर्सनल बातों के जीवन में भी प्रभु उसको स्पर्श करता है, जिसकी वजह से जो दोनों का बातें हैं और गहराई में बातें चलते रहता है। ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മളുടെ പ്രശ്നം എന്തുമായിക്കോട്ടെ, കർത്താവിന്റെ മുൻപിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ മകൻ അപ്പൻ എന്നുള്ള ബന്ധം സ്ഥാപിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കുറവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം നമുക്കുണ്ടെങ്കിൽ അവിടെയും വന്ന് ദൈവം, അവിടെയും കർത്താവ് നമ്മളോട് ഇടപെട്ട് ആ കാര്യത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തും. आमेन। मतलब मेरा कहने का विषय ये है कि हमारे जीवन में परमेश्वर के साथ का जो पिता पुत्र जो रिश्ता है, जो प्रभु यीशु मसीह ने स्थापना किया है, उस रिश्ते में कोई भी प्रकार का दरार आए, कोई भी प्रकार का रुकावट आए, कोई भी प्रकार का ठोकर आए, तो प्रभु यीशु मसीह तुरंत हमारे बीच में आकर वो मध्यस्थी कर हमें वापस वो पिता के साथ का रिश्ता में वो जोड़कर हमें वापस वो उस रिश्ता में लाता है। വേറൊരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ലൂക്കോസിന്റെ സുവിശേഷം 15 അധ്യായം. और एक बात मैं कहना चाहता हूँ जो हम देखते हैं लूका का सुसमाचार 15 अध्याय में, ഇവിടെ ആ സകലവും എടുത്തോണ്ട് പോയ തന്റെ ആ ഒരു മകനെ കുറിച്ച് അവിടെ താൻ എല്ലാം നഷ്ടപ്പെടുത്തുകയാണ്. वहां पर हम उस बेटे को देखते हैं जिसने अपना मिरास का जो भी हक था वो सब वो लेता है और फिर वो उसके साथ वो मजा करता है और सब कुछ खो बैठता है। ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ചില ഭാഗങ്ങളുണ്ട്. यहाँ पर मुझे कुछ मनन करने के लिए कुछ बातें मेरा मन में आया था। ഞാനിത് എത്രയോ പ്രാവശ്യം വായിച്ചിട്ടുള്ളതാ, പക്ഷെ ഞാൻ ഈ രീതിയിൽ ഈ വചനങ്ങൾ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. पर मैं ये वाक्य, ये सब भागों को मैंने बहुत बार पढ़ा है, परंतु ये रीति में मैं पहले बार पढ़ा। ഒന്നാമത്തെ കാര്യം, ഈ അപ്പൻ ഭയങ്കര ധനവാൻ. पहला बात हम देखते हैं कि ये पिता बहुत बड़ा धनवान है ഈ അപ്പന് 2 മക്കളെ ഉള്ളൂ. और ये पिता के पास 2 ही बेटे हैं। അപ്പൻ ഭയങ്കര ധനവാനാണെന്ന് പറയാൻ തക്കവണ്ണം ഇവിടെ റിച്ച് മാൻ ആയിരുന്നു എന്ന് പറയുന്നില്ല, പക്ഷെങ്കിൽ ഈ അപ്പൻ അനേക ദാസന്മാരുണ്ടായിരുന്നു എന്ന് അവിടെ പറയുന്നു. तो यहाँ पर देखो, यहाँ पर एक धनवान व्यक्ति है करके उसका 11वां वाक्य में नहीं कहता, किसी मनुष्य के करके ऐसा बोला गया है, परंतु ये व्यक्ति बहुत धनवान है करके कैसा मालूम पड़ता है, इसके पास बहुत दास लोग थे, बहुत गुलाम थे इनके पास। അപ്പൊ ഇങ്ങനെ ദാസന്റെ ഇത്രയും ദാസസമ്പത്തുള്ള ആള് സ്വാഭാവികമായിട്ടും നല്ല പണമുള്ള, നല്ല കാശുള്ള ധനവാനായ വ്യക്തിയാണ്. जिसके पास बहुत सा दास रहेगा अपना घर में कार्य करने के लिए, वो स्वाभाविक रीति है कि उसके पास बहुत पैसा रहेगा खर्च करने के लिए, क्योंकि उसके पास बहुत धन है। उसका मतलब ഇവിടെ ഈ മകൻ, ഈ 2 മക്കൾ മാത്രമേ, certain man had 2 sons, 2 പുത്രന്മാരേ ഉള്ളൂ. ഈ 2 പുത്രന്മാരിൽ ഒരു പുത്രൻ പറയുക, എനിക്ക് എന്റെ അവകാശം തന്നേര്, ഞാൻ പൊക്കോളാന്ന് പറയുമ്പോൾ അപ്പന്റെ പകുതി സ്വത്ത് മുഴുവനും ഒരു മകന് കൊടുത്തു വിടുക. तो यहाँ पर देखो, जब वो उसका 11-12 में पढ़ते समय में इस मनुष्य को जो 2 पुत्र थे, उस 2 पुत्रों में से जब छोटा बेटा अपना पिता को पूछते समय में, मुझे मेरा संपत्ति, मेरा भाग का जो संपत्ति है वो मुझे दे दो करके बोलते समय में, पिता क्या करता है, वो उनका पिता के पास जो जितना था उसका आधा संपत्ति अपना पिता को दे देता है। അപ്പന്റെ ഈ സ്വത്ത് ഇങ്ങനെ റൈറ്റസ് ലിവിംഗില് ഇങ്ങനെ നശിപ്പിക്കുന്ന ഒരു മകൻ തിരിച്ചു വരുമ്പോൾ ഏതപ്പനാ സ്വീകരിക്കുന്നത്? जरा सोचो ना, अगर कोई भी पिता जब उसको मालूम पड़ता है कि उसका बेटे ने उसका जायदाद का हिस्सा लेकर वो चला गया और अधर्म में पूरा खर्चा कर दिया और वापस घर में आएगा, तो कौन सा पिता उसको प्यार से स्वीकारेगा? ഇവിടെ ഒരു അപ്പന്മാരും നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ സ്വീകരിക്കില്ല.
हम जानते हैं कि संसार में कोई भी पिता बेटा इस तरह का अय्याशी करके आने के बाद कोई भी पिता उसको स्वीकारेगा नहीं। അപ്പന്റെ സ്വത്ത് എന്തെങ്കിലും തിരിച്ചു കൊണ്ടുവന്നിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുന്ന അപ്പന്മാരാണ്. क्योंकि वो पिता ऐसा, क्योंकि संसार में ऐसे ऐसे पिता भी है जो सोचता है जिसने इतना मेरा धन लेकर तो गया, पैसा लेकर तो गया, कम से कम कुछ तो अगर लौटा कर लाता तो अच्छा था करके ऐसा भी सोचने वाले पिता है। ഇവിടെ 14ഉം 15ഉം വാക്യമാണ് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നത്. 14ാമത്തെ വാക്യത്തിൽ അവിടെ വലിയൊരു ക്ഷാമം വന്നപ്പോൾ ആ മകൻ വോണ്ടിങ്ങിലായി, ആ മകന് ഭയങ്കരമായിട്ട് ആവശ്യമുണ്ടായി. वहां पर हम देखते समय में 14-15 वाक्य में पढ़ते समय में वहां पर जिस नगर में बेटा रहने गया वहां पर एक बहुत बड़ा अकाल आया जिसकी वजह से वो कंगाल हो गया। अब उसको भी कुछ जरूरत आ गई, खाने के लिए उसको जरूरत पड़ने लगा अभी। ഇവിടെ വാക്യം 18ാമത്തെ വാക്യത്തിൽ അവൻ അവനെങ്കിലേക്ക് വന്നിട്ട് അവനൊരു കാര്യം പറയുന്നതാണ്. वाक्य 18 में जब हम पढ़ते समय में जब देखते कि जब वो अपने आप में आया, जब उसका अकल ठिकाने में आया तो तब वहां पर एक बात कहता है। ഇവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് നമ്മൾ സൂക്ഷിച്ചു വായിക്കണം. കാരണം ഇവിടെ താൻ തന്നിൽ വന്നപ്പോൾ പറയുന്ന കാര്യവും പിതാവിന്റെ മുമ്പിൽ വരുമ്പോൾ താൻ പറയുന്ന കാര്യവും വ്യത്യാസമാണ്. हमें ये भागों को हमें ध्यान से हमें पढ़ना है, क्योंकि जब वो अपने आप में आकर समय में जो वो बातें सोचता है कि मैं पिता को क्या क्या बोलूंगा और फिर पिता को मिलने के बाद जो जो बातें बोलता है, दोनों में फर्क है। ഫറക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ അത് കാണും. 18ാമത്തെ വാക്യം വായിക്കാം. जब हम 18 पढ़ते समय में, मैं उठकर अपने पिता के पास जाऊंगा और उससे कहूंगा कि पिताजी, मैंने स्वर्ग के विरोध में और तेरी दृष्टि में पाप किया है। 19 अब इस योग्य नहीं रहा कि तेरा पुत्र कहलाऊं, मुझे अपने एक मजदूर की नाई रख ले। മതി. ഇതേ കാര്യം താൻ പിതാവിനോട് പറയുന്നു, താൻ തന്നിൽ വന്നപ്പോൾ പറയുക. ये बात जब वो अपने आप में आता है तब वो सोच रहा है कि मैं जब पिता को मिलूंगा तो मैं ऐसे ऐसे जाके पिता को बोलूंगा। 21ാമത്തെ വാക്യം താൻ എന്താ പറഞ്ഞത് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. और 21वें वाक्य में आते समय में उसने वो पिता के साथ क्या क्या बोला उसने। पुत्र ने उससे कहा, पिताजी, मैंने स्वर्ग के विरोध में और तेरी दृष्टि में पाप किया है और अब इस योग्य नहीं रहा कि तेरा पुत्र कहलाऊं। മതി. ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച ഒരു സെന്റൻസ് മിസ്സായി. यहाँ पर देखो, यहाँ पर एक शब्द वहां पर मिस हो गया, छूट गया। എന്താ നമ്മൾ 18ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചത്? वो हमने 18 में पढ़ा था। 18ാമത്തെ വാക്യത്തിൽ I have sinned against heaven and before thee, no more worthy to be called your sons, make me as one of thy hired servants. നിന്റെ കൂലിക്കാരിൽ ഒരുവനാക്കണമേ. तो वहां पर 19 में वो क्या जो शब्द जो उसमें 19 में उसने सोच कर रखा था कि मैं तेरा पुत्र कहलाने के लिए योग्य नहीं, मुझे अपना एक मजदूरों में तू एक गिन ले करके बोलते, ये शब्द वो बोल नहीं पाया। അതിനു മുൻപേ തന്നെ ഇവിടെ തന്റെ പിതാവ് ആലിംഗനം ചെയ്യും. क्योंकि वो बोलने से पहले ही उसका पिता वहां पर उसको गले मिलकर स्वीकार कर उसको घर में लेता है। കാരണം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും തികയ്ക്കുവാൻ കഴിയുന്നതിന് മുൻപേ തന്നെ നമ്മുടെ പിതാവ് നമ്മളെ അംഗീകരിക്കുക, നമ്മളെ സ്വീകരിക്കുക. क्योंकि ऐसा शब्द बोलने से पहले कि मुझे एक मजदूर बना लो, मुझे एक नौकर बना लो, ये शब्द बोलने से पहले ही पिता रोक कर हमारे पिता स्वर्गीय पिता हमसे इतना प्रेम कर वो वापस हमें स्वीकारता है। അവിടെ കണ്ടോ 21ാമത്തെ വാക്യത്തിൽ എന്നെ ഞാൻ നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ വേറെ പിന്നെ അവനെ പറയാൻ സമ്മതിക്കാത്ത നിലയിൽ 22ാമത്തെ വാക്യത്തിൽ പിതാവ് വേഗം തന്നെ അവിടെ തന്റെ ദാസനെ വിളിച്ചിട്ടൊരു കാര്യം പറയുക. तो वहां पर जब वो आके 21 में आके अपना पिता को जब वो बोलते समय में मैंने स्वर्ग में पाप किया है और आपके खिलाफ पाप किया है, सब बोलते समय में तुरंत 22वां वाक्य में पिता तुरंत अपने दासों को बुलाकर एक कार्य करवाता है। Bring forth the best robe, ഏറ്റവും മേൽത്തരമായ അങ്കി കൊണ്ടുവരാൻ പറയുക. पिता अपने दासों से कहता है कि एकदम अच्छे से अच्छा मलमल वस्त्र तुम लाना। ഇവിടെ കണ്ടോ, ഇവിടെ അപ്പന്റെ മനോഭാവം കണ്ടോ. यहाँ पर देखो पिता का मनोभावना को देखो। ഇവിടെ അപ്പന് അറിയാം തന്റെ മകൻ തെറ്റ് ചെയ്തു എന്നും നീ എന്ത് എവിടെ ആയിരുന്നു എന്ന് പോലും ചോദിക്കാതെ ഇവിടെ അപ്പൻ ഒന്നും മകനോട് ചോദിക്കുന്നില്ല. അപ്പൻ ജസ്റ്റ് ഇവിടെ ഓടി വരിക, അവിടെ അവനെ ഓടി വരുന്നു, അവനെ ആലിംഗനം ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, അവന് ചുംബനം കൊടുക്കുന്നു, ഒക്കെയും ഇത്ര മാത്രമേ അപ്പൻ ചെയ്യുന്നുള്ളൂ. അപ്പൻ സംസാരിക്കുന്നില്ല. यहाँ पर देखो पिता यहाँ पर आप बेटे को देखते समय में वो दूर से देखकर ही उसके पास दौड़ कर जाता है, उसको गले मिलता है, उसको चुम्बन देता है, उसको स्वीकारता है।
उसको सब उससे पिता पुत्र से कुछ भी बातें नहीं करता, पिता को कुछ भी पिता अपना बेटे से कुछ भी बोलता नहीं है, कुछ भी उसको कहता नहीं है, कुछ भी उसको डांटता नहीं है, बस इतना अपना उल्टा दासों को बोलता है कि एकदम अच्छे से अच्छा वस्त्र निकाल कर लाओ। ഇവിടെ 20ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 20वां वाक्य में हम देखते हैं, He arose and came to his father, but when he was yet a great way off, his father saw him, had compassion on him, ran, fell on his neck and kissed him. ഇവിടെ 3 പ്രയോഗമാണ്. ഇവൻ ഈ അപ്പൻ ഓടുന്നു, ഇവിടെ അപ്പൻ ആലിംഗനം കഴുത്തിൽ വീഴുന്നു, കെട്ടിപ്പിടിക്കുന്നു, അവനെ ചുംബിക്കുന്നു. 20 पढ़ेंगे। तब वह उठकर अपने पिता के पास चला, वह भी दूर ही था कि उसके पिता ने उसे देखकर तरस खाया और दौड़कर उसे गले लगाया और बहुत चूमा। तो वहां पर देखो पिता वहां पर क्या करता है, 3 बातें करता है, उसके ऊपर तरस खाता है, उसके पास दौड़ता है और गले में चुभता है। ഇവിടെ ഈ തറസ്കാത്ത അപ്പന് ഈ മകനെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞപ്പോൾ ഇവിടെ അപ്പൻ ചെയ്ത 3 കാര്യമാണ്. അപ്പനൊന്നും സംസാരിക്കുന്നില്ല, അപ്പൻ ഇവിടെ ഇവിടെ ക്രിയയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. यहाँ पर मतलब कहने का विषय मेरा ये है कि वहां पर पिता वहां पर दौड़ कर जाता है, वो सबसे पहले उसके ऊपर तरस खाता है, फिर उसको दौड़कर गले लगाता है और बहुत चुंबन देता है। ये सब बातें क्रियाएं हैं जो पिता अपने पुत्र के ऊपर करता है, उसको कुछ बोलता नहीं है, सिर्फ कार्य करता है अपने बेटे के लिए। ഇവിടെ ഈ റാൻ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ഞാൻ നോക്കിയപ്പോൾ, तो जब मैंने वो देखा कि वो दूर ही था, तो पिता उससे देखकर उसके ऊपर दौड़ कर गया करके, ये दौड़ कर करके जो शब्द का अर्थ जब मैंने देखा, ഒളിമ്പിക്സിൽ ഒരു ഓട്ടക്കാരൻ ഓടുന്ന വേഗതയിലാണ് ഇവിടെ ഓടുന്നത്. जैसा ओलंपिक्स में एक भागने वाला व्यक्ति दौड़ने वाला व्यक्ति कितना तेजी से फुर्ती से दौड़ता है, उसी रीति से यहाँ पर पिता अपना बेटे के पास दौड़ा। ഇവിടെ രണ്ടാമത് പറയുന്നത് അവന്റെ കഴുത്തിൽ വീണു, കഴുത്തിൽ കെട്ടിപ്പിടിച്ചു എന്ന് പറയുമ്പോൾ അവനുമായിട്ട് ഒന്നായി. यानी और फिर उसको गले लगाया करके बोलने का मतलब है कि वो अपना बेटे के साथ एक हो गया। അവനെ ചുംബിച്ചു എന്ന് പറയുമ്പോൾ ഇടവിടാതെ ചുംബിച്ചു. हाँ, और उसको बहुत चुम्बन दिए, मतलब निरंतर चुम्बन देता रहा। ഈ കണ്ടോ, ഇവിടെ ഒക്കെയും നമ്മൾ കാണുന്നത് കണ്ടിന്യൂസ് ആണ്. ഇവിടെ ഒരിക്കലും തീർന്നു പോകാത്തൊരു കാര്യമാണ്. हाँ, मतलब यहाँ पर ये सब करते समय में वो क्या कर रहा है, वर्तमान चलते रहने वाला बात है, मतलब रुक रहा नहीं है, वो पिता करते जा रहा है, वो दौड़ते जा रहा है, गले लगते जा रहा है और बहुत चुम्बन देते जा रहा है, इस तरह का कार्य कर रहा है। ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ ഇത്ര തെറ്റ് ചെയ്ത ഈ വ്യക്തിയോട് ഇങ്ങനെ ചെയ്യുവാൻ. तो जरा सोचो ना, पिता को इस रीति से कार्य करने के लिए, जो इतना बड़ा गलती किया उसका बेटा, और इस तरह वो अपना पिता को मिलने आ रहा है, ऐसे समय में पिता का व्यवहार देखो कैसा है। ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ, ഇതൊരു ലോകത്തിലെ കാര്യമല്ല, ഇത് ഒരു പിതാവിന്റെ അടുക്കൽ ഇവിടെ പിതാവ് ഓടി വരുന്ന ഒരു മകന്റെ ഒരു ചിത്രമാണ് നമ്മൾ ഇവിടെ കണ്ടത്. तो इसके लिए मैंने आपको पहले ही बताया था, ये कोई संसार का बात का कहानी नहीं है, बल्कि एक पिता का आत्मिक रीति का बात है, जो अपना पिता से पुत्र से प्रेम करने वाला बात का अवस्था है। നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മൾ മാറിപ്പോയി, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുന്നില്ല, നമ്മൾ പാപം ചെയ്തു എങ്കിൽ നമ്മളെക്കാട്ടിലും വേഗതയുള്ള ദൈവമാണ് നമ്മൾക്കുള്ളത്, നമ്മളെ ഏറ്റവും വേഗത്തിൽ നമ്മളെ വന്ന് ചേർത്തുകൊള്ളും. तो यहाँ पर हम देखते समय में एक ऐसा स्वभाव को देखते हैं कि हमारी तरफ से अगर कुछ भी ऐसा कार्य होए जिसकी वजह से मैं पिता से मैं दूर हो जाऊं, या फिर मेरा रिश्ता पिता से टूट जाएगा, तो उसको जोड़ने के लिए मुझसे भी ज्यादा जल्दबाजी करने वाला है पिता, हमारा एक प्रभु है, जो हमें वापस पिता की ओर जोड़ने का कार्य जल्दी आकर, वो खुद आकर हम पहला करने से पहले प्रभु है जो आके कार्य कर हमें वापस पिता की ओर जोड़ता है। ഈ കാര്യം പറയണം, ഇസ്രായേലിനോട് ദൈവം വീണ്ടെടുത്ത കാര്യം പറയുമ്പോൾ ഇസ്രായേലിനോട് പറയുന്ന ഒരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടു. അവിടെ ഇസ്രായേലിനോട് പറയുന്ന, ഇസ്രായേലെ ഞാൻ നിന്നെ വീണ്ടെടുത്തു, നീ ഇനി താമസിക്കണ്ട, നീ വേഗം എങ്കിലേക്ക് മടങ്ങി വരിക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ കർത്താവ് അവിടെ ഭൂമിയെ സാക്ഷ്യം വരുത്തുക, ഭൂമിയെ സാക്ഷിയായിട്ട് വിളിക്കുക, സ്വർഗത്തെ സാക്ഷിയായിട്ട് വിളിക്കുക, എന്നിട്ട് ഒച്ചത്തിൽ പറയുക, ഞാൻ എന്റെ ഇസ്രായേലിനെ വീണ്ടെടുത്തു എന്നുള്ള സന്തോഷം താൻ പങ്കിടുകയാണ് അവിടെ. जब हम पुराने नियम में जब पढ़ते समय में हम देखते हैं कि जब इसराइल प्रभु के खिलाफ हो गया, परमेश्वर से दूर होते समय में, तो परमेश्वर है जो इसराइल की उपस्थिति में आकर इसराइल को कहता है कि देख इसराइल, तू घबरा मत, तू बस अपना पाप का अंगीकार कर और तुरंत मेरे और वापस लौट कर आ करके
प्रभु है पहला वो बात उठाकर कहता है कि तुम लोग वापस लौट कर आओ, और ऐसा बोलने के बाद फिर परमेश्वर प्रभु अपना जगह से उठकर ये आकाश, ये पृथ्वी और सभी जगहों को प्रभु गवाही देता है कि मैंने इसराइल को वापस स्वीकारा है करके। ये सब बातें, मेल मिलाप, सब बातें प्रभु है जो पहला करता है। യെശയ്യാവിന്റെ പുസ്തകം 44-ാം അധ്യായം उसको वो हम लोग यशायाह का पुस्तक उसका 44 अध्याय में हम पढ़ते हैं, അതിന്റെ 22-23 उसका 22 और 23 में 22 और 23 पढ़ेंगे। मैंने तेरे अपराधों को काली घटा के समान और पापों को बादल के समान मिटा दिया है। मेरी ओर फिर लौट आ, क्योंकि मैंने तुझे छुड़ा लिया है। हे आकाश, ऊंचे स्वर से गा, क्योंकि यहोवा ने यह काम किया है। हे पृथ्वी के गहरे स्थानों, जय जयकार करो। हे पहाड़ों, हे वन के सब वृक्षों, गला खोलकर ऊंचे स्वर से गाओ, क्योंकि यहोवा ने याकूब को छुड़ा लिया है और इस्राएल में महिमावान होगा। ഇവിടെ കണ്ടോ, ഇവിടെ ദൈവം തന്റെ ജനത്തെ വിടുവിക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടി പോലും ഇവിടെ സന്തോഷിക്കുക। तो यहाँ पर देखो, प्रभु जिस अपना प्रिय इज़राइल को जब उनको छुटकारा देकर जब वापस छुड़ाकर वापस उनको अपने पास बुलाते समय में उस खुशी में, परमेश्वर के साथ का उस खुशी में जो भी सृष्टि को प्रभु ने बनाया है, वो सारा सृष्टिया प्रभु के साथ आनंद मना रहा है। ഇവിടെ കണ്ടോ 22-ാമത്തെ വാക്യം, ഞാൻ കാർമുകിലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും മായ്ച്ചു കളയുന്നു. ഇവിടെ ഇത്ര ഘോരമായ കാര്യമാണ് നടക്കുന്നത്, പക്ഷെങ്കിൽ അതെല്ലാം കർത്താവ് മായ്ച്ചു കളഞ്ഞിട്ട് പറയുക, കാരണം എന്താ? കാരണം ഞാൻ നിന്നെ വീണ്ടെടുത്തു, ഇനി നീ താമസിക്കണ്ട, എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക। तो वहां पर देखो इस्राएल का अवस्था देखो, उनका अवस्था क्या है, उनका पाप का अवस्था, उनका अपराधों का अवस्था काली घटा के समान था, और तेरा उनके ऊपर पाप के बादल के समान, पाप उनके बादल के समान उनके ऊपर मंडरा रहा था। ये सब अवस्था में होते समय में प्रभु क्या करता है इस्राएल को, तो भी प्रभु इस्राएल को छुड़ाता है। ये सब अवस्था से छुड़ाकर प्रभु उनका ये अवस्था होने पर भी वो सब बातों को प्रभु उनको काली घटाए हटाता है, उनके अपराधों को प्रभु माफ करता है, और फिर उनको कहता है कि तू फिर लौट करा। इतना बड़ा घिनौना हरकत इस्राएल करने के बाद भी प्रभु उनको माफ करके उनको छुड़ाकर वापस लौट आने को कहता है। അത് ഞാൻ പിന്നെയും പറഞ്ഞത്, നമ്മള് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ കാര്യം ആ ആത്മാവിന്റെ ഒരു ടച്ച് കിട്ടിയാൽ മാത്രം മതി. നമ്മൾ എല്ലാം പറയണമെന്നില്ല. നമ്മൾ പറയും, എന്നെ സ്വർഗത്തിന്റെ ഏതെങ്കിലും കോണിൽ ഇരുത്തിയാൽ മതി. ഇതൊന്നും പറയാതെ തന്നെ നമ്മളിൽ കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിച്ച് നമ്മൾ മക്കളാണ് എന്നുള്ള ഒരു ബോധത്തിലേക്ക് വരുത്തുകയും നമ്മൾ വലിയ അവകാശികളാണ് എന്നുള്ള ബോധത്തിൽ നമ്മളെ വരുത്തുകയും ഇത്ര വലിയ ധനത്തിന്റെ ഓഹരി പങ്കിടാൻ ദൈവം നമ്മളെ വിളിച്ചു എന്ന് നമുക്ക് മനസ്സിലാവും। इसलिए प्रियो, जब हम लोग पिता पुत्र का वो गहरा रिश्ता को जब हम समझते समय में कि हम लोग परमेश्वर के पुत्र है करके, ये बात का सच्चा पहचान जब आत्मा हमको लाने के बाद, हम लोग कभी भी अगर परमेश्वर से, अपना पिता से दूर हो गया, तो दोबारा लौटते समय में हमको कुछ बड़ा बड़ा शब्द बोलने के लिए या उपवास करना, प्रार्थना करना, ऐसा कोई बड़ा कार्य करने का जरूरत नहीं है। इधर कोने में जाकर बस प्रभु के उपस्थिति की ओर देखकर प्रभु के उधर मनन करना ही काफी है। हमको कोई बड़ा शब्द, बड़ा प्रार्थना बोलने का जरूरत नहीं है, क्योंकि हमारा प्रभु सब बातें छोड़कर वो हमारे उपस्थिति में आकर हमें वापस मेल मिलाप करके वापस हमें पिता के साथ का वो रिश्ता के गहराई में जोड़ाने का अवस्था करता है। ये सिर्फ उन्हीं लोगों के साथ करता है जो एक बार परमेश्वर का पुत्र बन चुका है, क्योंकि पुत्र हो गए तो हम लोग सदा के लिए अभी हम लोग उसी पुत्रत्व का अवस्था में है। ऐसे लोगों के साथ परमेश्वर अपना सब बातें छोड़कर वो पिता का वो रिश्ते में रहकर हमारे साथ वो रिश्ता बनाए रखता है। हेलो, സങ്കീർത്തനം 32-ന്റെ 5-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദാവീദ് പറയുകയാ, ഞാൻ എന്റെ പാപത്തെ കുറിച്ച് ഞാൻ ഏറ്റുപറയും, ഞാൻ അത് യഹോവയോട് ഞാൻ അത് ഏറ്റുപറയുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ പാപത്തിന്റെ കുറ്റം യഹോവ അവിടെ ക്ഷമിച്ചു എന്നതാണ്। संकीर्तनम 32-ന്റെ 5 भजन संगीता उसका 32 का 5 में जब हम पढ़ते समय में कहते हैं कि जब मैंने अपना पाप को तुम्हारे तुझ पर प्रकट किया और अपना अपराध को मैंने ना छुपाया, मतलब मैंने कुछ ज्यादा कुछ बोला नहीं, मैं सिर्फ प्रभु की उपस्थिति में आया तो तभी उसी समय में ही प्रभु ने वो सब बातों को क्षमा करने के लिए अवस्था में प्रभु तैयार होकर मेरा इंतजार कर रहा है कि मैं प्रभु की ओर वापस लौट कर आऊं। ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു। मैं तो बस प्रकट करने के लिए और अधर्म को ना छुपाते हुए और बस मैं ये कहने को जा ही रहा था
कि मुझे क्षमा करो, उसके पहले ही तभी हम देखते हैं कि प्रभु ने मेरा सारा अधर्म को क्षमा कर दिया, बिना मैं बोलने से पहले ही प्रभु ने क्षमा कर दिया। നമ്മളുടെ പാപം നമ്മളിൽ നിന്നും നീക്കാൻ നമ്മൾ എത്രമാത്രം സ്പീഡിൽ അതിന് കഷ്ടപ്പെടുന്നോ, എത്രമാത്രം സ്പീഡിൽ നമ്മൾ ആഗ്രഹിക്കുന്നോ, അതിനേക്കാട്ടിലും സ്പീഡിലാണ് ദൈവം നമ്മളെ അത് ക്ഷമിച്ചു തരുന്നത്. क्योंकि हम लोग पुत्र होने की वजह से हमें अब हमारे जीवन में आया हुआ पाप और अधर्म की बातों को हटाने के लिए हम लोग बहुत फुर्ती करते हैं कि वापस हम लोग पिता के साथ रिश्ता जोड़े, परंतु जितना फुर्ती हम दिखाते हैं पिता के पास लौटने के लिए, उससे ज्यादा फुर्ती, उससे ज्यादा तेजी से काम हमारा पिता करता है, ताकि वो हम वापस पिता के साथ रिश्ता जुड़ जाने के लिए। നമ്മൾ എല്ലാ പ്രാർത്ഥനയിലും നമ്മുടെ സഹോദരങ്ങളെ, നമ്മൾ ഈ പിതാവും മകനും എന്നുള്ള ബന്ധം നമ്മളിൽ വന്നില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥന ശരിയാകുന്നില്ല. अगर इसलिए प्रिय, अगर हमारा हर प्रार्थना जीवन में जब हम लोग प्रार्थना करते समय में ये परमेश्वर के साथ का सही पिता पुत्र रिश्ता अगर हमारा सही रीति से नहीं है, ये परमेश्वर मेरा पिता है करके अगर ये बोध ही अगर सही में रीति में नहीं है, तो हमारा प्रार्थना प्रभु नहीं सुनेगा। ശിഷ്യന്മാര് തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കർത്താവിനോട് ഞങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു എങ്കിൽ അത് പ്രാർത്ഥന, നീ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമെന്ന് മാത്രമാ അവിടെ ശിഷ്യന്മാര് പറയുന്നത്. हम जब देखते हैं कि चेलों के जीवन में अगर प्रभु से अगर उन लोगों ने कुछ मांगा है कि उनको सिखाने के विषय में, वो सिर्फ प्रार्थना का एक विषय था। चेले लोग आके प्रभु से कहते कि प्रभु हमें प्रार्थना करने सिखाओ, सिर्फ वही एक बात था जो प्रभु के पास डायरेक्टली आकर पूछता है उनको सिखाने के लिए। അവിടെ കർത്താവ് പറയുമ്പോൾ തന്നെ അവിടെ പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയുമ്പോൾ അവിടെ ഒരു മകൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ മകനും അപ്പനുമാണ് എന്നുള്ള ബന്ധം ആദ്യം അവിടെ എസ്റ്റാബ്ലിഷ് ആവണം. तो वहां पर देखो, जब प्रभु बोलता है चेलों को तुम लोग इस रीति से प्रार्थना करना करके, जब चेलों को बोलते समय में वो किस रीति से होना चाहिए कि हे स्वर्गीय पिता करके बोलकर तुम लोग प्रार्थना शुरू करना। मतलब क्या है कि तुम लोग जब प्रार्थना करते आते समय में सबसे पहले तुम लोग ये स्थापना करना कि तुम जो परमेश्वर से प्रार्थना कर रहे हो वो परमेश्वर नहीं, तुम्हारा पिता है। इस तरह पिता पुत्र का रिश्ता का स्थापना के द्वारा से ही वहां से प्रार्थना शुरू होता है। ഒരു മകൻ അപ്പന്റെ അടുത്ത് വന്ന് ഒന്നും ചോദിക്കത്തില്ല, കാരണം അവൻ അറിയാം, ആ അപ്പൻ അറിയാം തന്റെ മകൻ എന്തുവാ വേണ്ടി. एक सच्चा और गहरा पिता पुत्र का रिश्ता यह है कि पुत्र को पिता के पास आकर मांगने का कुछ भी जरूरत नहीं है, क्योंकि वो सच्चा पिता पुत्र का सारा जरूरतों को जानता है और पहले से तैयार करके रखता है। നമ്മളെ അധികമായി സഹായിക്കും. इसके लिए प्रभु हमें सहायता करे और पिता का ये सच्चा प्रेम को जानने के लिए प्रभु हमें सहायता करे। प्रेज द लॉर्ड।